KCCNA കൺവെൻഷൻ വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. KCCNA കൺവെൻഷൻ വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. മോനച്ചൻ മഠത്തിലേട്ട്, PRO, KCCNA താമ്പ, USA. KCCNA കൺവെൻഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ ഫാമിലി ഫോട്ടോ KCCNAയുടെ സുവനീർ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കണമെന്ന് സുവനീർ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അയക്കേണ്ട ഇമെയിൽ വിലാസം kccna@gmail.com. KCCNAയുടെ ജ്ഞാനായി ടൈംസ് പത്രത്തിലേക്ക് വാർത്തകൾ, കവിത, കഥ, കാർട്ടൂണുകൾ മുതലായവ ഇംഗ്ലീഷിലും മലയാളത്തിലും അയച്ചു തന്ന് KCCNAയുടെ ഈ പത്രത്തിനെ, ഈ സംരംഭത്തെ വിജയിപ്പിക്കണം എന്ന് എഡിറ്റോറിയൽ ബോർഡ് ആവശ്യപ്പെട്ടു. KCCNAയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജലഘോഷയാത്രയും വള്ളംകളി മത്സരവും നടക്കുക. 2012 ഒർലാൻഡോയിൽ നടക്കുന്ന KCCNA കൺവെൻഷൻ്റെ വള്ളംകളി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ലവ്ലി കാരത്തുരുത്തേലാണ്. നമുക്ക് ലവ്ലി കാരത്തുരുത്തേലിനെ പരിചയപ്പെടാം. KCCNA കൺവെൻഷൻ വാർത്താ ചാനലിലേക്ക് ലവ്ലിക്ക് സ്വാഗതം. നമസ്കാരം. സാധാരണ വള്ളംകളി പോലൊക്കെയുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് പുരുഷന്മാരാണ്. ലവ്ലിയെ എന്തുകൊണ്ടാണ് സംഘാടകർ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത്? വനിതകൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മയാമിയിലും ടാമ്പായിലും നടന്ന വള്ളംകളി മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അതിൽ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് ഈ കാര്യത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ആ പരിചയസമ്പത്ത് തീർച്ചയായിട്ടും ഈ രംഗത്ത് ഗുണം ചെയ്യും. അതുകൊണ്ടായിരിക്കും സംഘാടകർ ലവ്ലിയെ തന്നെ ഇതിന് തിരഞ്ഞെടുത്തത്. അതുകൂടാതെ വള്ളംകളി കമ്മിറ്റിയിൽ കോച്ചെയറായി പ്രവർത്തിക്കുന്നത് മയാമിയിൽ വള്ളംകളി മത്സരങ്ങൾ സംഘടിപ്പിച്ച് വളരെ പരിചയമുള്ള പുന്നവേലിൽ സൈമൺ ചേട്ടനാണ്. ശരി. ലവ്ലി ഇതിനു മുമ്പ് നേതൃത്വം കൊടുത്തിട്ടുള്ള ടീമുകൾക്ക്, അല്ലെങ്കിൽ KCCFൻ്റെ പുരുഷ വിഭാഗം ടീമും ഉണ്ട്, വനിതാ വിഭാഗം ടീമും ഉണ്ട്. നിങ്ങൾ പോയിട്ടുള്ള മത്സരങ്ങൾക്ക് പ്രൈസ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? മയാമിയിലും ടാമ്പായിലും പല പ്രാവശ്യം നമ്മൾ മത്സരത്തിന് പോയിട്ടുണ്ട്. വള്ളംകളി മത്സരങ്ങളിൽ ക്നാനായക്കാർക്ക് മുൻതൂക്കമുള്ള ടാമ്പ ടീംസിനാണ് പല പ്രാവശ്യം സമ്മാനം ലഭിച്ചത്. അതുപോലെ ഈ കഴിഞ്ഞ വർഷം ക്നാനായ കാത്തലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പോയ പുരുഷന്മാരുടെയും വനിതകളുടെയും ടീമിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. ഒന്നാം സമ്മാനം ട്രോഫിയും കിട്ടി. ട്രോഫിയും ക്യാഷ് അവാർഡും ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ. ശരി. അപ്പോൾ അത് KCCFൻ്റെ വനിതാ വിഭാഗം ടീമിനും പുരുഷ വിഭാഗം ടീമിനുമാണ് കിട്ടി. ഓക്കെ. ആ പുരുഷ വിഭാഗം ടീമിൻ്റെ അന്നത്തെ ക്യാപ്റ്റന് സിബിൾ മച്ചാനിക്കൽ. അദ്ദേഹം മറ്റൊരു കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. ഓക്കെ. KCCNA കൺവെൻഷൻ്റെ വള്ളംകളി മത്സരത്തിനും മറ്റും പങ്കെടുക്കുന്ന ടീമുകളുടെ ശ്രദ്ധയിലേക്കും അതുപോലെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കുമൊക്കെ ആയിട്ട് വള്ളംകളി മത്സരത്തിൻ്റെ നിയമവശങ്ങളും അവർ പാലിക്കേണ്ട മര്യാദകളും ഒക്കെ നിങ്ങളുടെ കമ്മിറ്റി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ദയവായി ഒന്ന് വിശദീകരിക്കുക, പ്ലീസ്. ഈ വരുന്ന ദിവസങ്ങളിൽ കൺവെൻഷൻ്റെ വെബ്സൈറ്റിൽ വള്ളംകളി മത്സരത്തിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡീറ്റെയിൽസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പുരുഷന്മാരുടെയും വനിതകളുടെയും സെപ്പറേറ്റ് മത്സരങ്ങൾ ഉണ്ടായിരിക്കും. മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള മിനിമം പ്രായപരിധി 16 വയസ്സാണ്. ഒരു വള്ളത്തിൽ 20 തുഴച്ചിലുകാരും ഒരു ഡ്രമ്മറുമാണ് ആവശ്യമുള്ളത്. 100 ഫാമിലിയിൽ കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിറ്റിൽ നിന്നും 2 ടീം വീതം മത്സരത്തിൽ പങ്കെടുപ്പിക്കാം. 100-ൽ താഴെയുള്ള യൂണിറ്റിൽ നിന്ന് ഓരോ ടീം വീതം പങ്കെടുപ്പിക്കാം. ജൂൺ 10 മുൻപായി ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന ടീമിൻ്റെ എണ്ണവും ക്യാപ്റ്റൻ്റെ പേരും കമ്മിറ്റിയെ അറിയിക്കേണ്ടതാണ്. വള്ളംകളി മത്സരത്തിന് മുമ്പ് പല ഭാഗത്തു നിന്നും വരുന്ന ടീമുകളാണല്ലോ. അപ്പം മത്സരത്തിന് മുമ്പ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുമോ? തീർച്ചയായും. ആദ്യമേ തുടങ്ങുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂർ
പ്രാക്ടീസ് സെഷൻ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ടീമുകൾക്കും തുഴഞ്ഞൊന്ന് പരിശീലിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഉണ്ടായിരിക്കും. അപ്പം ജലഘോഷയാത്രയോ അത് പ്രാക്ടീസിന് ശേഷമാണോ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു ജലഘോഷയാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മുത്തുകുടയും വഹിച്ചുകൊണ്ട് വർണ്ണശബളമായ ജലഘോഷയാത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിനോടനുബന്ധിച്ച് വള്ളംകളി മത്സരം ആരംഭിക്കും. ഓക്കെ. അപ്പം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം എല്ലാ യൂണിറ്റിൽ നിന്ന് വരുന്ന ടീമുകൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ മുത്തുക്കട് ഏന്തിയ വർണ്ണശബളമായ ഒരു ജലഘോഷയാത്രയാണ് ലവ്ലി പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ക്നാനായ വള്ളംകളി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന മനോഹരമായ നമ്മുടെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു വള്ളംകളി മത്സരം തന്നെ ആയിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. KCCNA കൺവെൻഷൻ്റെ വള്ളംകളി കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് സ്റ്റുഡിയോയിലെത്തി പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ലവ്ലിക്ക് പ്രത്യേകം നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ലവ്ലിക്ക് അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമാണ് ലവ്ലിക്ക് പറയാം. KCCNA കൺവെൻഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുവാൻ പോകുന്ന ഈ ജലോത്സവത്തിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കുവാൻ നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ ക്നാനായക്കാരെയും 2012 ഒർലാൻഡോ കൺവെൻഷനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. KCCNAയുടെ മുൻ പ്രസിഡൻറ്റും ആഗോള ക്നാനായ സംഘടനയുടെ നേതാവുമായ DKCC പ്രസിഡന്റ് ജോർജ് നെല്ലാമറ്റം ടാമ്പായിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള ക്നാനായ സഹോദരങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 25 വർഷം പൂർത്തിയാകുന്ന ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക KCCNAയുടെ 10ാമത് ദേശീയ കൺവെൻഷൻ ജൂലൈ മാസം ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്നു. അതിന് KCCNAയുടെ കീഴിലുള്ള ഏറ്റവും ശക്തമായ സംഘടനകളിലൊന്നായ താമ്പ യൂണിറ്റ് ആതിഥേയം വഹിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷവും ആവേശവും എനിക്കുണ്ട്. ഈയൊരു കൺവെൻഷന് ഇന്ന് പ്രത്യേക പ്രസക്തി ഉണ്ട്. കാരണം ഇന്ന് ക്നാനായ സമൂഹം അമേരിക്കയിലും വിവിധ ദേശങ്ങളിലും വളരെ ശക്തമായ സംഘടനാ നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരു ഫെഡറേഷൻ, ഡയസ്പ്ര ക്നാനായ കാത്തലിക് കോൺഗ്രസ് എന്ന ഫെഡറേഷൻ രൂപീകരിക്കുകയും അത് ആഗോള ക്നാനായ സമൂഹത്തെ ഒരു കുടക്കീഴിൽ ആക്കുന്ന ഒരു സമ്പ്രദായം വന്നത് ഈ കൺവെൻഷന് പ്രത്യേക പ്രസക്തി ഉണ്ടാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കൺവെൻഷനിലേക്ക് ആഗോള ക്നാനായ സംഘടനാ പ്രതിനിധികളും മെമ്പേഴ്സും വന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഇതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അസോസിയേഷൻ അറ്റ് ലാർജിൻ്റെ പ്രസിഡന്റ് സാജു ചെമ്മലക്കുഴി എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം KCCNA കൺവെൻഷനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ദയവായി ശ്രദ്ധിക്കുക. ഞാൻ അസോസിയേഷൻ അറ്റ് ലാർജിൻ്റെ പ്രസിഡൻ്റാണ്. ഈ വരുന്ന ജൂലൈയിൽ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന KCCNA കൺവെൻഷൻ വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ എൻ്റെ പേരിലും എൻ്റെ അസോസിയേഷൻ ഓഫ് അറ്റ് ലാർജിൻ്റെ പേരിലും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ് ഷിക്കാഗോ യൂണിറ്റ്. ഷിക്കാഗോ യൂണിറ്റിൻ്റെ കരുത്തനായ പ്രസിഡന്റ് സിറിയ കുവക്കാട്ടിൽ എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം. വരുന്ന ജൂലൈ മാസം ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന KCCNAയുടെ 10ാമത് കൺവെൻഷൻ ചരിത്രത്തിൻ്റെ ഭാഗമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്നാനായ സമുദായത്തിൻ്റെ വളർച്ചയിൽ എക്കാലവും മുൻപിൽ നിന്ന KCCNAയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ കൺവെൻഷൻ വിജയമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. ഈ കൺവെൻഷന് ആതിഥേയത്വം വഹിക്കുന്ന ടാമ്പ യൂണിറ്റിന് ഷിക്കാഗോ ക്നാനായ കാത്തലിക് സൊസൈറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കൺവെൻഷൻ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.